കേരള തീരത്ത് വാൻഹായി 503 ചരക്ക് കപ്പൽ അപകടത്തിൽപ്പെട്ടതിന്റെ നിർണായക ദൃശ്യങ്ങൾ 24-ന് ബേപ്പൂർ അഴീക്കൽ തുറമുഖത്തിനടുത്ത് അപകടമുണ്ടായ സമയത്ത് കപ്പൽ ജീവനക്കാർ പകർത്തിയ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തുവന്നിരിക്കുന്നത്. നാവികർ രക്ഷപ്പെടാൻ ശ്രമിക്കുന്നതും ലൈഫ് ജാക്കറ്റ് അണിഞ്ഞ് രക്ഷാബോട്ടുകളിലേക്ക് മാറുന്നതും ദൃശ്യങ്ങളിൽ വ്യക്തമാണ്. 24 എക്സ്ക്ലൂസീവ്. രണ്ടാഴ്ചക്കിടെ കേരള തീരത്തുണ്ടാകുന്ന രണ്ടാമത്തെ കപ്പൽ അപകടം. വാൻഹായി 503 എന്ന കപ്പലിൽ തീപിടിക്കുന്നതിൻ്റെ ദൃശ്യങ്ങളാണ് ഇപ്പോൾ പുറത്തു വന്നത്. തീ നിയന്ത്രണ വിധേയമാകില്ല എന്നുറപ്പായതോടെ ജീവനക്കാർ രക്ഷപ്പെടുകയാണ്. ലൈഫ് ജാക്കറ്റ് ഉപയോഗിച്ച് ജീവനക്കാർ രക്ഷാബോട്ടിലേക്ക് മാറുകയായിരുന്നു. ഇതിനിടയിൽ മ്യാൻമർ സ്വദേശിയായ ജീവനക്കാരൻ പകർത്തിയ ദൃശ്യങ്ങളാണ് പുറത്തു വന്നത്. രക്ഷപ്പെടാനുള്ള വ്യഗ്രതയും ജീവൻ കൈപിടിച്ചുള്ള ആദിയും അവരുടെ മുഖത്ത് വ്യക്തമായി കാണാം. കപ്പലിന്റെ ഒരു ഭാഗം കത്തുന്നതും മറുഭാഗത്തു നിന്ന് വലിയ പുക ഉയരുന്നതും ദൃശ്യങ്ങളിൽ കാണാം. തീപിടുത്തമുണ്ടായി കുറച്ചധികം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഇവർ രക്ഷാബോട്ടിലേക്ക് മാറുന്നത്. അതിനുശേഷം കൂടുതൽ സ്ഥലങ്ങളിലേക്ക് തീ വ്യാപിച്ചു. ഇരുപത്തിരണ്ട് ജീവനക്കാരായിരുന്നു കപ്പലിലുണ്ടായിരുന്നത്. ഇതിൽ 18 പേരാണ് രക്ഷപ്പെട്ടത്. 4 പേരെ ഇപ്പോഴും കണ്ടെത്താനായിട്ടില്ല. രക്ഷപ്പെട്ടവരിൽ 6 പേരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇതിൽ 2 പേർക്ക് 30% പൊള്ളലേറ്റു. ഷൈജു ചാവശ്ശേരിക്കും രാജേഷിനുമൊപ്പം സലിം മാലിക്, 24 തിരുവനന്തപുരം.